ഈ നിയോജക മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കുറ്റവിചാരണ അവിടുത്തെ BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരൻ നടത്തി. അവിടുത്തെ നിലവിലുള്ള MLAക്കെതിരായി ഞാൻ പരസ്യമായി തന്നെ ഒരു സംവാദം, ഒരു പരസ്പരം നടന്ന കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ചർച്ച പൊതുജനങ്ങളുടെ മുമ്പിൽ വെച്ച് നടത്തുന്നതിന് വേണ്ടി തയ്യാറാണ്. അത് വെല്ലുവിളിയായിട്ടൊന്നും കാണണ്ട, നമുക്കൊരു സൗഹാർദ്ദപരമായിട്ടുള്ള ചർച്ച നടത്തുന്നതിന് വേണ്ടി തയ്യാറാണ്. അങ്ങ് കാര്യങ്ങൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ തെറ്റായ കാര്യങ്ങൾ പറയുന്നത്. ഏതാണ്ട് 1000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടന്ന ഒരു മണ്ഡലമാണ് നേമം മണ്ഡലം എന്ന് പറയുന്നത്. അതെല്ലാം മിക്കവാറും സ്കൂൾ കെട്ടിടങ്ങൾ, IT, അതുപോലെ കേസിൻ്റെ ഓഫീസ്, അങ്ങനെയൊക്കെ ഉള്ള എല്ലാം ആശുപത്രി കെട്ടിടം നേരിൽ കാണാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ ഇതൊന്നും കാണാതെ പരിചയക്കുറവുണ്ടായിരിക്കും. ആദ്യമായിട്ട് ഇലക്ഷൻ മത്സരിക്കുന്നതിന് പരിചയക്കുറവുണ്ടാവും. പിന്നെ കേരളത്തിൻ്റെ സാഹചര്യം അറിയില്ല. ഇപ്പം എന്തായാലും നമുക്കൊരു ഡിബേറ്റ് നടത്തുന്നത് നന്നായിരിക്കും. രാജഗോപാൽ സാർ ആയിരുന്നപ്പോൾ 5 വർഷക്കാലത്തെ വികസന പ്രവർത്തനവും ഞാൻ 5 വർഷക്കാലം കൊണ്ട് അവിടെ ചെയ്ത കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം